ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 10,000 രൂപ താഴെയൊക്കെ, അതായത് ചുരുങ്ങിയ ബഡ്ജറ്റിലൊക്കെ ഒരു ഫോൺ എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ വളരെ ഓപ്ഷൻസ് കുറവേ ഉള്ളൂ നമുക്ക് ഫോണുകൾ നോക്കുമ്പോൾ. എന്നാൽ ആ കൂട്ടത്തിലേക്ക് ഒരു ഐറ്റം കൂടി വരികയാണ്. ഒന്ന് പരിചയപ്പെട്ട് വെച്ചോളൂ. ആ ബഡ്ജറ്റിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലൊക്കെ ഇങ്ങനൊരു ഫോൺ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതുകൂടി ഒന്ന് പരിഗണിക്കാമല്ലോ. ഒരു അൺബോക്സിംഗ് ഇനീഷ്യൽ ഇംപ്രഷനാണ്. സോ അപ്പോൾ നമുക്ക് ഈ ഫോൺ അൺബോക്സ് ചെയ്യാം. സോ ഈ കാണുന്നതാണ് ബോക്സ്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഫോണാണ് ഇരിക്കുന്നത്. ഫോണിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏറ്റവും മോഡേൺ സ്റ്റൈലിലുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ ക്യാമറ മോഡലിൻ്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അല്ലേ. അതിലേക്ക് വരാം. അതിന് മുമ്പ് ബോക്സ് അവിടെ ഇരിക്കട്ടെ. കൂടുതലായിട്ട് ഫോണിലേക്ക് വരാം. അതിന് മുമ്പ് ബോക്സിൽ ഒരു കേസ്, ചാർജിങ് കേബിള്, ചാർജർ, അതേപോലെ സിം ടൂൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് ടെക്നോ സ്പാർക്ക് ഗോ 5G എന്ന് പറയുന്ന 5G ഫോൺ. 3 കളറിലാണ് വരുന്നത്. ഒന്ന് സ്കൈ ബ്ലൂ, ഇങ്ക് ബ്ലാക്ക്, ടർക്കോയിസ് ഗ്രീൻ, ഇങ്ങനെ 3 കളറുണ്ട്. ഇഷ്ടമുള്ള നോക്കിയിട്ട് ചൂസ് ചെയ്യാം. 7.99 mm ആണ് ഇത് തിക്നെസ്. വളരെ സ്ലിമായ ഫോണാണ്. 194 ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ. ലൈറ്റ് വെയിറ്റ് ആണ്. IP64 വാട്ടർ റേറ്റിംഗ് ആണ്. സിംഗിൾ സ്പീക്കർ ആണ് വരുന്നത്. സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിക്കോളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വിലയുടെ ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഡീസൻ്റ് എന്ന് പറയാം. ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കിയാൽ താഴെ 3.5 mm ജാക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ മെയിൻ മൈക്രോഫോൺ ടൈപ്പ് സി പോർട്ട്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻഡിക്കേറ്റ് ചെയ്ത് വരുന്നത് കേട്ടോ. അതിൻ്റെ പെർഫോമൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നൈസായിട്ടും ഫാസ്റ്റായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ ഇഷ്യൂ ഒന്നുമില്ല. ടോപ്പ് സൈഡിൽ സ്പീക്കർ ഗില്ലാണ് കാണുന്നത്. സൗണ്ട് ക്വാളിറ്റി നമ്മൾ നേരത്തെ കേട്ടു. ലെഫ്റ്റ് സൈഡിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. ഫ്രണ്ടിലെ ഡിസ്പ്ലേ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ചെറിയ നോച്ച് ഡിസൈനാണ്. ഈ വിലയ്ക്കൊക്കെ ഓക്കെ ആണെന്ന് പറയാം. ഇന്ത്യസ് സ്ലിമ്മസ്റ്റ് 5G ഫോൺ എന്നാണ് അവർ പറയുന്നത്. സ്ലിമ്മസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് 5G ഫോൺ എന്നാണ് ഇതിന്റെ മൊത്തത്തിൽ പറയുന്നത്. ഇനി ഇതിന്റെ അടുത്തൊരു മേജർ അഡ്വാൻറ്റേജ് ഈ ഒരു ഫോണിന്റെ എന്ന് പറയുന്നത് നല്ല 5G സ്പീഡ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് 5G കരിയർ അഗ്രിഗേഷൻ, അതേപോലെ തന്നെ സെഗ്മെന്റ് ഫസ്റ്റ്. ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ട് 4x4 മിമോ ടെക്നോളജി ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല നെറ്റ്വർക്ക് റിസപ്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ ഗുണം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ വീടിന് പുറത്ത് നിന്നിട്ട് ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മുടെ എയർടെൽ സിമ്മാണ് സ്പീഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടോപ്പ് ലെവൽ സ്പീഡാണ് കാണിക്കുന്നത്. യാതൊരു വിഷയമില്ല, നൈസാണ്. ഇവിടെ ഇപ്പോൾ നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് വീടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്ര സ്ട്രെങ്ത് കാണില്ല. എന്നാലും ഞാൻ വീടിനകത്ത് വന്നിട്ടുള്ള ഒരു സ്പീഡും കാണിച്ചു തരുന്നുണ്ട്. സോ അതും അത്യാവശ്യം നല്ലതാണ്. കാരണം ഈ ഒരു മഴക്കാറ് മൂടി നിൽക്കുന്ന സമയത്ത്, മഴ പെയ്യുന്ന സമയത്ത് വീടിനകത്ത് ഇരുന്നിട്ട് എനിക്ക് റേഞ്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെയും നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതായത് കൂടുതലും റിമോട്ട് ഏരിയയിലേക്ക് ട്രാവൽ ചെയ്യുന്നവർക്കോ ഈവൻ ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ലിഫ്റ്റിലൊക്കെ വെച്ച് പോലും ഇത് വർക്ക് ചെയ്യുന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് നൈസായിട്ട് എവിടെ നിന്നിരുന്നും വീഡിയോ സ്ട്രീം ചെയ്ത് കാണാം. നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ കോളും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ കോൾ ചെയ്യാൻ പറ്റുക. അതേപോലെ ഏത് സിറ്റുവേഷനിലും നമുക്ക് ഗെയിം കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. സോ അപ്പോൾ എല്ലായിടത്തും നല്ല നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു വില കൺസിഡർ ചെയ്തുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. സംഭവം കൊള്ളാവുന്നൊരു നെറ്റ്വർക്ക് സംവിധാനം കൊടുത്തിട്ടുണ്ട് ഈ ഫോണിൽ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു വിലയ്ക്കും ഒരുപാട് AI ഫീച്ചേഴ്സ്, ഇവരുടെ എല്ലാ AI എന്ന് പറയുന്ന ഒരു AIയും സ്മാർട്ട് അസിസ്റ്റൻ്റ് AIയും ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മുടെ സൈഡ് ബട്ടണിൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റോ അല്ലെങ്കിൽ ഇവരുടെ എല്ലാ AI വെക്കാം. എല്ലാ AI വെച്ചാലും ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ AI ഉയർന്നു വരുന്നത് കാണാം. അതിലൂടെ നമുക്ക് എന്നാണ് കൂലി സിനിമ റിലീസ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. കൂലി ലോഞ്ച് ചെയ്യുന്നത് 14-ാം തീയതിയാണ്. മലയാളത്തിൽ ചോദിച്ചാലും പറഞ്ഞു തരും. അതായത് നമ്മുടെ ലാംഗ്വേജ്, ഇന്ത്യൻ ലാംഗ്വേജ് കൂടി മനസ്സിലാവുന്ന തരത്തിലാണ് ഇതിനെ അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നുള്ളത്. നല്ല ഘടകമാണ്. പിന്നെ ഇത് കൂടാതെ ഒട്ടനവധി AI ഫീച്ചേഴ്സ്, AI റൈറ്റിംഗ് അസിസ്റ്റൻറ്റ്, ഒരു നോട്ട് എടുത്ത് നമ്മൾ റൈറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് താഴെ എല്ലാതരം ഓപ്ഷനുകളും, ടെക്സ്റ്റ് ജനറേറ്റർ ഉണ്ട്, പ്രൂഫ് റീഡ് ഉണ്ട്, സമ്മറൈസ് ഉണ്ട്, ഫ്രണ്ട്ലി, പ്രൊഫഷണൽ, കൺസൈസ്, അങ്ങനെ പലതരത്തിലും നമുക്ക് ഇതിനെ മാറ്റി എഴുതാനും ആ ഒരു മേഖലയിൽ നമുക്ക് സാധിക്കും. അപ്പോൾ നല്ലൊരു പരിപാടിയാണ്. പിന്നെ ഫോട്ടോസിൻ്റെ ഭാഗത്ത് വരുന്ന AI ഫീച്ചേഴ്സ്, മറ്റേ AI ഇറേസർ, അതൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. AI ഇമേജ് എക്സ്പാൻഡർ, നമ്മളൊരു ഫോട്ടോ എടുത്തു, അതിനൊന്ന് വലുതാക്കണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇമേജ് എക്സ്പാൻഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജിനെ ഒന്നുകൂടി വലുതാക്കി തരുന്ന പരിപാടി അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ സർക്കിൾ ടു സെർച്ച് വരുന്നുണ്ട്, അതും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് കാണാം. അങ്ങനെ ഒട്ടനവധി AI ഫീച്ചേഴ്സ് അതെല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രൈസിന് തന്നെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ AI ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോണിന്റെ ഡിസ്പ്ലേ നോക്കിയാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. 6.75 ഇഞ്ച് വരുന്ന 120 Hz HD+ ഡിസ്പ്ലേ ആണ്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ്, 700 Hz ഹൈ ബ്രൈറ്റ്നസ് മോഡ്. അതായത് നല്ലൊരു ഡിസ്പ്ലേ ആണെന്ന് പറയാം. 700 Hz ബ്രൈറ്റ്നസ് എന്ന് പറയുമ്പോൾ ഈ വിലയ്ക്ക് ആ ഒരു സെറ്റപ്പ് ഒക്കെ തന്നെ കിട്ടാറുള്ളൂ. സോ അത് ഒരു ഡീസൻ്റായ വിസിബിലിറ്റി, ഭയങ്കരമായി എവിടെ നിന്നാലും പക്കാവായിട്ട് കാണുന്ന ഡയറക്റ്റ് സൺലൈറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഈ ഒരു വിലയ്ക്ക് ഇതൊക്കെ തന്നെ വരാറുള്ളൂ എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഡീസൻറ്റ് ഡിസ്പ്ലേ ആണ്. ഇൻഡോർ ഒന്നും ഒരു വിഷയമില്ല, സെറ്റാണ്. സോ അപ്പോൾ മാന്യമായി നല്ലൊരു LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൽ 120 Hz കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഈ വിലയ്ക്ക് 120 Hz, ചിലതൊക്കെ 60,000 രൂപയ്ക്ക് ഒരു 60 Hz ഡിസ്പ്ലേ വെക്കുന്ന സമയമാണ്. ഇനി ഇതിന്റെ പ്രൊസസർ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. Dimensity 6400 എന്ന് പറയുന്ന പ്രോസറാണ് വരുന്നത്. LPDDR4X ആണ് റാം. 128 GB സ്റ്റോറേജ് വരുന്നുണ്ട്. 4 GB റാം ഓപ്ഷൻ ആണ് വരുന്നത്. iOS 15, Android 15 ബേസ്ഡ് ആണ്. സോ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയ പെർഫോമൻസ് കിട്ടാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഗെയിം കളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇതുപോലത്തെ അസ്ഫാൾട്ട് പോലുള്ള ചെറുകിട ഗെയിമുകളൊക്കെ ഇങ്ങനെ നൈസായിട്ട് കളിക്കാം. ഇവിടെ കാണാം. സോ അത്യാവശ്യം
ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കളിക്കാം. പിന്നെ കമ്പനി ഓഫർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 5 ഇയറിൻ്റെ ഒരു ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആണ്. കണ്ടോ, വലിയ വിഷയമൊന്നുമില്ല, സ്മൂത്തായിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ കമ്പനിയുടെ ഓഫറിങ് അങ്ങനെയാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് നാൾ ലോങ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ കോളിൻ്റെ ഭാഗത്തൊരു കാര്യമുണ്ട് കേട്ടോ. ഈ നെറ്റ്വർക്ക് ഇല്ലാതെ കോൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, നെറ്റ്വർക്ക് ഫ്രീ കോളിംഗ്. വേറൊരു ടെക്നോ ഫോൺ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതിൽ നിന്ന് അവിടെ സെർച്ചിങ് നടക്കുന്നത് കാണാം. അങ്ങനെ സെർച്ച് ചെയ്ത് ചെല്ലുമ്പോൾ ഈ ഫ്രീ ലിങ്ക് ആപ്പ് വഴി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫോൺ നെറ്റ്വർക്ക് ഇല്ലാതെ തന്നെ ഒരു ടെക്നോ ഫോണിൽ നിന്ന് അടുത്ത ടെക്നോ ഫോണിലേക്ക് സംസാരിക്കാൻ പറ്റുന്ന സംവിധാനമൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഒരുപാട് ടെക്നോ ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഇനി ക്യാമറ സാമ്പിളുകൾ കണ്ടു നോക്കിക്കോളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. EIS സപ്പോർട്ട് അടക്കമാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ഇമേജുകൾ. സെൽഫി ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 5 മെഗാ പിക്സലിൻ്റെയാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇൻഡോർ ഔട്ട്ഡോർ എല്ലാ ഏരിയയിൽ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ വന്നിട്ട് 2K റെസൊല്യൂഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ സാമ്പിൾ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. ഇൻഡോർ ഔട്ട്ഡോർ എല്ലായിടത്തും എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക. സോ ക്യാമറ എപ്പോഴും പേഴ്സണൽ ചോയ്സ് ആണ്. സോ ഇതാണ് അതിൻ്റെ സാമ്പിൾസ്. ആ ഒരു വില നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോസും വീഡിയോസും തന്നെയാണ് കിട്ടുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക. പിന്നെ 6000 mAh ബാറ്ററി ഉണ്ട്, 18 വാട്ടിൻ്റെ ചാർജിങ്ങുമാണ്. സോ ബാറ്ററി ലൈഫിനെ കുറിച്ചോ ചാർജിങ്ങിനെ കുറിച്ചോ ഒന്നും ടെൻഷൻ ആവേണ്ട. ആ പ്രൈസിന് ഇതൊക്കെ ഏറ്റവും ടോപ്പാണ്. സോ അപ്പോൾ ടെക്നോ സ്പാർക്ക് ഗോ 5G എന്ന് പറയുന്ന ഫോൺ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു നെറ്റ്വർക്ക് റിസപ്ഷൻ, 5G സ്പീഡ് തരുന്ന ഒരു നല്ല നെറ്റ്വർക്ക് സംവിധാനമുള്ള ഒരു ഫോൺ. 4x4 മിമോ ടെക്നോളജിയൊക്കെ ഈ പ്രൈസിന് തന്നെ വരുന്നു. 5G കരിയർ അഗ്രേഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഡീസൻ്റായ പെർഫോമൻസ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ക്യാമറയുണ്ട്. ഒപ്പം തന്നെ നല്ല ബാറ്ററി ലൈഫ്, 6000 mAh ബാറ്ററിയും 18 വാട്ട് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഡാമിസിറ്റി 6400 അത്യാവശ്യം ഡീസൻ്റ് ആയ ഒരു പെർഫോമൻസും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. സോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫോണിൻ്റെ മൊത്തത്തിലുള്ള കാര്യം. സോ ഈ റേഞ്ചിലെ ഫോണുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു പറച്ചൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഡബിൾ അപ്പ് ദ സ്പീഡ്, പവർ ആൻഡ് സ്റ്റൈൽ. എല്ലാം ഡബിൾ അപ്പ് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ അപ്പോൾ എങ്ങനെയുണ്ട്, എന്താണ് നിങ്ങൾക്ക് തോന്നിയത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. സോ അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്തുള്ള ആളുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ടെക്നോ ഫോണാണ്, എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. അതേപോലെ തന്നെ ഇതിന് പ്രീ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാങ്ങിക്കുന്നവർക്കൊക്കെ അഷ്വർഡായി ഗിഫ്റ്റുകളുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ ടെക്നോ സ്പാർക്ക് ഗോ 5G എന്ന ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.